ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില ജോലികളൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ തീർക്കാനായിട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ തീർക്കാനായിട്ടുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് ചെതലിൻ്റെ പ്രശ്നം. ഇപ്പം ഈർപ്പം മഴക്കാലമൊക്കെ ആയത് കാരണം ഈ കട്ടളപ്പടിയിലൊക്കെ ഈ ഈർപ്പം ഒക്കെ നിന്നിട്ട് നമുക്ക് ചെതൽ വരാനും, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടാവാനും ഒക്കെ ഒരുപാട് ശല്യങ്ങളുണ്ട്. കണ്ടില്ലേ, വരി പിടിച്ചാണ് ഉറുമ്പുകൾ ഇങ്ങനെ നിരന്ന പരിസരത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോകുന്നത്. ഇത് വീട്ടിനകത്ത് കയറാനും നമ്മുടെ കട്ടളൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇത് വരാനും ഒക്കെ ഇത് പിന്നീട് നമുക്ക് ചെതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുളിയുറുമ്പ് മരത്തിലാണെന്നുണ്ടെങ്കിൽ പുളിയുറുമ്പിൻ്റെ ശല്യം. ഇപ്പോൾ മാങ്ങ മരം ചക്ക മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പുളിയുറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ തുരത്താനായിട്ട് ഈ ഒരു ജമ്പ് മതി കേട്ടോ. ഇതിന് വെറും 89 രൂപയാണ് ഇതിന് വില വരുന്നത്. ഈ ഒരു പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മൾ 2 ലിറ്റർ വെള്ളത്തിലാണ്, ഇപ്പോൾ നമ്മൾ കറക്റ്റായി തന്നെ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ അങ്ങനെ 2 കുപ്പി എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലൊന്ന് വെള്ളം അളന്നൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന യാതൊരു പാത്രവും നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മളിതിനകത്തേക്ക് ഇടുക. നിങ്ങൾ മാക്സിമം ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഗ്ലൗസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരില്ലാത്ത സമയം നോക്കി വേണം നമ്മളിതൊക്കെ ചെയ്യാനും, അവരില്ലാത്ത സമയത്ത് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും. പിന്നെ നമ്മളിത് എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു പാക്ക് ഫുള്ളായി ഇതിലേക്ക് മിക്സാക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെറിയൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തത് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 ലിറ്ററാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതി കേട്ടോ. ഇതിപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഉറുമ്പ് ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുളിയുറുമ്പ് ശല്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ കട്ടളകളിലൊക്കെ ചെറിയ രീതിയിൽ ചെതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി തോട്ടമുണ്ട്, അല്ലെങ്കിൽ ചെടികൾ, ഇപ്പോൾ ഗാർഡനിൽ റോസാ ചെടിയോ അങ്ങനെ പല ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുഴുവിൻ്റെ ശല്യം കൊണ്ടൊക്കെ നമ്മുടെ ചെടികളൊക്കെ ഇപ്പം അടുക്കള തോട്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പോകാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഒച്ചിനെയും നമുക്ക് ഇതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നശിപ്പിക്കാനും അതൊരു കാരണം കൂടിയാണ്. ഇവിടെ പുളിയുറുമ്പ് ശല്യം അത്യാവശ്യമുണ്ട് കേട്ടോ. മാവിലാണ് പുളിയുറുമ്പ് കയറിയിരിക്കുന്നത്. അപ്പോൾ മാങ്ങ പറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുളിയുറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റിലും പോച്ചലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മളിതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു പാക്ക് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മുടെ ഈ മരത്തിൻ്റെതായ ജനലിലെ കട്ടളയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ചെറിയ രീതിയിൽ അതിൽ പ്രോബ്ലം ഉള്ളിടത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ജമ്പ് നിങ്ങൾ വീട്ടിൽ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെതലും ഉറുമ്പിൻ്റെയും അതുപോലെ നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്ന അതിനൊക്കെ ഉള്ള പരിഹാരം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കട്ടളപ്പടിയിലൊക്കെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിനകത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൻ്റെ പരിസരത്തൊക്കെ നിറച്ചും പുല്ലും ചെടികളൊക്കെ തഴച്ച് പുല്ലുകളൊക്കെ വളർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ കൊതുക് വന്ന് കടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഈ ഒരു പരിസരത്തൊക്കെ നമ്മൾ പോണ സമയത്ത് അതുപോലെ ചെടികളൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വിക്സ് അപ്ലൈ ചെയ്യുക കേട്ടോ. ചെറുതായിട്ട്, ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ കയ്യിലൊക്കെ ഒന്ന് ആക്കുക. അതുപോലെ നമ്മൾ കാലിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലും കാലിലൊന്നും കൊതുക് കടിക്കില്ല. അപ്പോൾ കുട്ടികളൊക്കെ മുറ്റത്ത് കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൊടുത്താൽ നമുക്ക് കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ടും കുട്ടികളെ കൊതുക് കടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് രാത്രി സമയത്ത് കുട്ടികൾ കിടക്കുന്നപ്പോഴും ഇതുപോലെ കയ്യിലും കാലിലൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ അലക്ക് സോപ്പിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം ക്ലോസപ്പിൻ്റെ ടൂത്ത് പേസ്റ്റാണ് കാണിച്ചത്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് അലക്ക് സോപ്പ് എടുത്തിട്ടുണ്ട്. അലക്ക് സോപ്പ് പുതിയ തന്നെ എടുക്കണമെന്നില്ല, പഴയതുണ്ടെന്നുണ്ടെങ്കിൽ മതി. പക്ഷേ അതിൻ്റെ നനവെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുക. നമ്മൾ അളവ് പറയുകയാണെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടൂത്ത് പേസ്റ്റാണ്, നല്ല പഞ്ചസാരയാണ് കേട്ടോ. കുറച്ച് ഒരു സ്പൂണിൽ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇതുപോലെ ഈ ഒരു കോൾഗേറ്റ് നമ്മൾ അതിലേക്ക് ആക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം കഴിഞ്ഞ വൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വൈറ്റ് പേസ്റ്റ് കഴിയാറായതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഞെക്കി അങ്ങ് എടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കാവുന്നതാണ്. നമ്മൾ പൊതുവേ ക്യൂബ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കളയുമ്പോൾ അതിനകത്ത് ഒരുപാട് പേസ്റ്റ് ഉണ്ടാവും. നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നാരങ്ങയാണ് കേട്ടോ. ഒരു മുറി നാരങ്ങയുടെ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനുള്ള പാകത്തിന് നമ്മൾ നാരങ്ങ ഒന്ന് ചേർത്തിട്ട് നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്യാം. നാരങ്ങയും കൂടെ ചേർക്കുമ്പോഴേക്കും അത്യാവശ്യം ഇത് നന്നായി തന്നെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. ടൂത്ത് പേസ്റ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സോപ്പും എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് പതഞ്ഞ് തന്നെ നമ്മളതിനൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോഫി പൗഡറും കൂടെ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കാലുണ്ടല്ലോ, കാൽപാദമൊക്കെ എപ്പോഴും നമ്മുടെ ഫേസും നമ്മുടെ കൈയിനേക്കാളൊക്കെ എപ്പോഴും അത്ര ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവാറില്ല. അപ്പോൾ അതുപോലെ അവിടുത്തെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽപാദത്തിൻ്റെ സ്കിന്നൊക്കെ കുറച്ച് നല്ല തിക്കായിരിക്കും, കട്ടി കൂടിയതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കാൽപാദം എപ്പോഴും നമ്മൾ ക്ലീൻ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കാലിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉണങ്ങുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് നന്നായി ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിൽ നല്ല പോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും അതുപോലെ നല്ല കാല് നല്ല ബ്രൈറ്റ് ആവാനും പിന്നെ നമ്മുടെ നഖത്തിൽ കുഴിനഖം വരുന്നതൊക്കെ ഒഴിവാക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ വീക്ക്ലി ഒരു തവണ ചെയ്താലും മതിയാവും. നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ നല്ല പോലെ തന്നെ കാല് നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും. ഒരൊറ്റ യൂസിൽ നമുക്ക് ഒരുപാട് ഡിഫറൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് കാലിൽ മാത്രമല്ല കയ്യിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കയ്യിൻ്റെ മുട്ടിൻ്റെ അവിടെയൊക്കെ സ്കിന്നിന് ഒരു കളറ് വ്യത്യാസം ഉണ്ടാവും, അവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കഴുത്തൊക്കെ ചിലരുടെ കറുപ്പ് കളറായിട്ടൊക്കെ കഴുത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവും, പുറം ഭാഗത്ത്, അവിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ്നെസ് ആവാൻ ഹെൽപ്പാക്കും. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഒരു കപ്പ് അളവിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ അരിപ്പൊടിയും 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനനുസരിച്ച് ഒരു പിഞ്ചളവിലും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു സ്പൂണോളം തന്നെ റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ പാലും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഈ ഒരു ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേന്ത്രപ്പഴം നമ്മൾ ഏത് ഷേപ്പിൽ മുറിക്കണം എന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇതിന് ഓരോന്നും മുക്കി പൊരിച്ചിടുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേന്ന്. നമ്മൾ ഇങ്ങനെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അരിപ്പൊടിയും റവയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ എണ്ണ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചിലർക്ക് ഒരുപാട് എണ്ണയുള്ളത് കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് പോലെയൊക്കെ വരുന്ന അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എണ്ണ കൂടുതൽ കുടിക്കാത്ത പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിതിലേക്ക് കിട്ടുകയും ചെയ്യും.
നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.